ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അജാസ് നമ്മുടെ അവർണികയുടെ വീടിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. എന്തോ ലക്ഷ്യത്തോടു കൂടെയാണ് അജാസിൻ്റെ നിൽപ്പ്. കുറേ നേരം അവ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. അപ്പോഴൊക്കെ അവർണിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അവർണിക ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവിടെ പോയി കിടന്നു. അപ്പോൾ അജാസിന് പേടിയായി. ഈശ്വര, ഇനി ഞാൻ ഇവിടെ കാവൽ നിന്നിട്ട് എന്താ കാര്യം? അവർണിക സൂയിസൈഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ ഇവിടെ നിന്നത്. അവർണിക അകത്ത് പോയി വല്ല ഉറക്കഗുളിക എടുത്ത് കഴിച്ചാൽ പിന്നെ ഞാനെങ്ങനെ അറിയും? എന്തായാലും മുകളിൽ ചെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് മതിൽ ചാടി. അതിനുശേഷം പതുക്കെ മുകളിലത്തെ ടെറസിൻ്റെ ആ ഭാഗത്തോട്ട് ചെന്നിട്ട് അവിടെ നിന്നും അവർണികയുടെ റൂമിൻ്റെ ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നോക്കി നിന്നപ്പോൾ അവർണിക നല്ല ഉറക്കമാണ്. അപ്പോൾ അജാസിന് പേടിയായി. ദൈവമേ, ഉറക്കഗുളിക കഴിച്ചിട്ടുള്ള കിടപ്പാണോ? അപ്പോൾ അവർണിക ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. ഓ ഭാഗ്യം, അവർണിക കടുങ്കൈയൊന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് സമാധാനമായി. എന്തായാലും കുറച്ച് നേരം കൂടെ നിന്ന് അവർണികയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അജാസ് അവർണികയെ നോക്കി അവസാനം അജാസിന് തന്നെ ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ അജാസും അവിടെ തന്നെ നിന്നുറങ്ങി. ഈ സമയം പിന്നീട് നേരം വെളുത്തതും രേഖയാണ് കാണിക്കുന്നത്. രേഖ തലനിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പം നമ്മുടെ വരുൺ ചോദിക്കുക, അല്ല ഇതെന്താ ഇന്ന് നീ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് എവിടെ പോണ്? അത് അമ്പലത്തിൽ പോകുമ്പോഴല്ലേ വരുന്നേട്ടാ ഇതൊക്കെ ചൂടാൻ പറ്റുള്ളൂ. ഓ, അമ്പലത്തിൽ പോവുകയാണോ? അതെ വരുന്നേട്ടാ, അമ്പലത്തിൽ പോവുക. അല്ല, എല്ലാവർക്കും ഈ പൂവിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് കുഴപ്പമാണ് എന്നൊക്കെ പറയണം. എന്നാ നമുക്ക് ഗോവിന്ദൻ്റെ അടുത്തേക്ക് പോവാം എന്നും രേഖ. അതെന്തിനാ ഗോവിന്ദൻ്റെ അടുത്തേക്ക് വന്നേ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, വരുണേട്ട മനസ്സ് മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത തെറ്റുകളൊക്കെ ഗോവിന്ദേട്ടനോട് ഏറ്റുപറയണത്. ഓ, അങ്ങനെയാണോ കാര്യം? വേണ്ട. അപ്പോഴേക്ക് രാധികാമ്മ ഒന്ന് നമ്മുടെ വരുണിനെ വിളിക്കുക. വരുൺ. അയ്യോ അമ്മ, അതിനെന്തിനാ ഇത്രയും പേടിക്കുന്നേ? അതെ, ഇന്നലെ രഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞത് അമ്മ ഉപദേശിച്ചിട്ടാണെന്ന് ഗോവിന്ദേട്ടനോട് പറയാൻ പറഞ്ഞിട്ടേ ഞാൻ മുങ്ങിയതാ. പിന്നെ അമ്മയുടെ മുന്നിൽ പോലും ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു രേഖ എന്നൊക്കെ പറയാ. വരുൺ, വാതിൽ തുറക്ക്. വരുൺ, നിന്നോടാ പറഞ്ഞത് വാതിൽ തുറക്കാൻ. എടാ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ വരുൺ പേടിച്ച് നിൽക്കുക. വരുണേട്ടൻ പേടിക്കേണ്ട വരുണേട്ടാ, ഞാൻ തുറക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേഖ ചെന്ന് വാതിൽ തുറക്കുക. എന്താ അമ്മേ? വരുൺ എവിടെ? വരുണേട്ടനകത്തുണ്ടമ്മേ. അമ്മ ഒന്ന് വിളിക്ക്. അപ്പോഴേക്കും വരുൺ പുറത്തേക്ക് വരിക. എന്താ അമ്മേ? അതെ, നീ ഒന്ന് വന്നേ. എന്തിനാ അമ്മേ? എടാ, നിന്നോടല്ലേ വരാൻ പറഞ്ഞത്, ഒരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വരുണിൻ്റെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് നമ്മുടെ രാധിക അവിടെ ഒന്നും പോവുക. അപ്പം രേഖ, വരുണേട്ടന് മാറണമെന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ രാധികാമ്മയാണ് സമ്മതിക്കാത്തത്. എന്നാൽ ഞാൻ എൻ്റെ വരുണേട്ടനെ നല്ലവനാക്കി എടുക്കും, അത് ഉറപ്പാ. രാധികാമ്മയുടെ പിടിയിൽ നിന്നും പറിച്ചു മാറ്റി എൻ്റെ വരുണേട്ടൻ നല്ലവനായി മാറുക തന്നെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയും ഗോവിന്ദനെയും ആണ്. അവർ രണ്ടുപേരും റെഡിയായിട്ട് വരുമ്പോൾ കാഞ്ചന മാമ രണ്ടുപേരും കൂടെ ഓഫീസിലേക്ക് ഒരുമിച്ചാ പോയെന്നറിഞ്ഞാൽ രാധിക മാമി ഇവിടെ കിടന്ന് താണ്ഡവാടും. അത് കേട്ടതും അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ രാധിക മാമിയുടെ നെഞ്ചത്ത് ഞാനായിരിക്കും താണ്ഡവാടുന്നതും പൊറോട്ട അടിക്കുന്നതും. അപ്പോൾ ഗോവിന്ദ്, ഗീതു ഇങ്ങനെ പറഞ്ഞു എന്ന് അങ്ങനെ തന്നെ പോയി രാധിക അമ്മയോട് പറയണം കേട്ടോ. ശരി മാമ, പറയുമല്ലേ? അത് കേട്ടതും ഇല്ല മാമ, നാനും ഒന്നുമേ സൊല്ല മാട്ടെ. നീ എല്ലാം പറഞ്ഞു കൊടുക്കുന്നേ, അതെനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. സാരമില്ല കണ്ണേട്ടാ, വിട്ടുകള. കാഞ്ചന അങ്ങനെ പറയുമ്പോഴല്ലേ നമുക്കൊരു ടൈം പാസ്. എന്തായാലും വാ കണ്ണേട്ടാ, നമുക്ക് പോവാം. അത് കേട്ടതും നമ്മുടെ കാഞ്ചന മാമ സാപ്പാട് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോഴേക്കും വിലാസിനെയും നമ്മുടെ വിനോദും കൂടെ വരുക. ആഹാ അമ്മേ, മോളെ, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മാധവനെ കാണാനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ. ഞങ്ങൾ അതിന് മാത്രമായിട്ടല്ല വന്നത്, ഈ സന്തോഷ വാർത്ത നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. എന്ത് സന്തോഷ വാർത്തയമ്മേ? എന്താ അമ്മേ അത്? ദേ നോക്ക്, നിന്റെ അച്ഛൻ്റെ കത്താ മോളെ. അച്ഛൻ കത്തയച്ചു. അപ്പോൾ ഗോവിന്ദന് സംശയമായി. കത്തയച്ചു എന്നോ? അതെ, ദേമ ഭദ്രേട്ടൻ്റെ കത്താ, വായിച്ചു നോക്ക് എന്നും പറയാ. അങ്ങനെ ഗീതു അത് മേടിച്ച് വായിക്കുക. പ്രിയപ്പെട്ട വിലാസിനിക്ക്, ഞാൻ എൻ്റെ ദുഷ്ടജീവിതമൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു. ഇനി നല്ലവനാകാൻ തീരുമാനിച്ചു. പണത്തിനോടുള്ള ആർത്തി കാരണം എനിക്ക് പലതും സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുകൊണ്ടാണ് ഞാൻ എല്ലാ അമ്പലങ്ങളും കയറി ഇറങ്ങി ഒന്ന്
പ്രാർത്ഥിക്കാമെന്ന് കരുതിയത്. ഇത്രയും നാളും ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ചിപ്പോൾ പോയിരിക്കുന്നത് തീർത്ഥാടനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വരുന്നതുവരെ ആരും എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ എത്തിയിരിക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള മൊബൈൽ അത് ഞാൻ ഉപേക്ഷിച്ചു. അതുള്ളത് കൊണ്ടാണ് മനുഷ്യൻ കേടാകുന്നതും മനുഷ്യൻ തെറ്റിലേക്ക് പോകുന്നതും. അതൊക്കെ ഉപേക്ഷിച്ചതുകൊണ്ട് ഇനി കത്തുകളിലൂടെയുള്ള മറുപടി പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയാ. ഹാവു, സമാധാനായി. അമ്മേ, ഇത് അച്ഛൻ്റെ എഴുത്ത് തന്നെയാണോ? അയ്യോ, ഇങ്ങനെയുള്ള എഴുത്ത് ആ മനുഷ്യൻ്റെ തന്നെയാ മോനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭദ്രേട്ടൻ്റെ കത്ത് തന്നെയാണെന്ന്. എന്തായാലും സമാധാനായി. വിനോദേ, ആ കത്തിൻ്റെ കവറൊക്കെ ദേ ഗോവിന്ദേട്ടാ, എറണാകുളം സൗത്തിൽ നിന്നും അച്ഛൻ കത്തയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാനുള്ള ട്രെയിനും സൗത്തിൽ നിന്ന് കിട്ടും എറണാകുളത്ത്. അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. എന്തായാലും സമാധാനായി. എന്നാലേ ദേ എനിക്ക് നല്ല സന്തോഷമുണ്ട് ആ കത്തിൻ്റെ കവറും കൊണ്ട്. അപ്പോൾ ഗോവിന്ദ് വെളിയിലേക്ക് പോവുക. അതെ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അതെ സർ, എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം എത്രയും പെട്ടെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുകയാണ്. ഈ സമയം നമ്മുടെ ഗോവിന്ദ് അപ്പോൾ പിന്നെ അയാളുടെ ഫോൺ എങ്ങനെ അവിടെ വന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം അമ്മ വാ, നമുക്ക് മാധവനെ കാണാം. അപ്പോഴേക്കും വിലാസിനെയും നമ്മുടെ വിനോദും കൂടെ ഓടി അങ്ങോട്ട് ചെല്ലുക. കുഞ്ഞാമയാണെങ്കിൽ നല്ല കളി. അപ്പോഴേക്കും മോനെ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഓടി ചെല്ലുക. ഈ സമയം വിലാസിനെ കണ്ടത് പ്രിയ എഴുന്നേക്കാൻ നോക്കുക. അപ്പോഴേക്കും വിനോദ് പിടിക്കാൻ പോകും. വിനോദേ വേണ്ട, അവൾ തന്നെ എഴുന്നേക്കട്ടെ എന്നും ഗീതു. അങ്ങനെ പ്രിയ തന്നെ എഴുന്നേറ്റു. ഈ സമയം സമാധാനമായി. എന്തായാലും എത്രയും പെട്ടെന്ന് മോള് ഇത്രയും ഭേദാവെന്ന് അമ്മ കരുതിയില്ല. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. അമ്മ അവിടെ ഇരുന്നേ, ഞാൻ അമ്മയുടെ കയ്യിലേക്ക് മാധവനെ എടുത്തു തരാം എന്നും പറയാ. അച്ഛമ്മയുടെ പൊന്നുവാവേ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ അവിടെ ഇരുന്നതിന് ശേഷം വിനോദ് കുഞ്ഞിനെ എടുത്ത് വിലാസിനിയുടെ മടിയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ വിലാസിനെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ചക്കരമുത്തേ, അച്ഛമ്മയുടെ വാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പ്രിയയോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിലാസിനി എന്തായാലും ഇത്രയും നാളും തീതൊന്നു മനുഷ്യൻ, ഇപ്പോഴാ ഒരു സമാധാനമായത്. നിങ്ങളുടെ അച്ഛൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ കത്ത് കിട്ടിയപ്പോഴാ മോളെ ഒന്ന് ശ്വാസം നേരെ വീണത്. ഇത്രയും നാളും പേടിയായിരുന്നു. മനസ്സിലെ പേടി കാരണം ഒരു പണിയും ചെയ്യാനുള്ള ഉഷാറുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം മോളെ പ്രിയേ, ഇനി നമുക്ക് വീട്ടിലേക്കൊക്കെ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഗീതുവിന് ഫോൺ വരിക. ഹലോ ഇക്ക. ഗീതു, ഞാനിവിടെ അവർണികയുടെ വീട്ടിലാണ് ഉള്ളത്. രാത്രി മുഴുവനും ഇവിടെ കാവൽ നിന്നു. പേടിയായിട്ടാണ് ഗീതു. കാരണം അവർണിക സൂയിസൈഡ് ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. ഏതു നേരവും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഏതു നേരവും നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നേ ഇല്ല. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എൻ്റെ പേടി. എന്തായാലും ഒരു കാര്യം ചെയ്യണം ഗീതു. ദേ, അവർണികയോട് ഇനി കിഷോറിനെ കുറിച്ചൊന്നും പറയരുത്. അജാസിക്ക, ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്നലെ നിങ്ങളൊരു വാക്ക് പോലും പറയാതെ പോയതിൽ ആ കുട്ടിക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങളെന്താ ഒന്നും പറയാതെ പോയത്? ഒന്നും പറയണ്ടേക്ക, ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിൽ പെട്ടു. എന്ത് പ്രശ്നം? അത് രഞ്ജു ഉണ്ടല്ലോ, അവളുടെ കല്യാണം കഴിഞ്ഞു. അവൾക്ക് കല്യാണം പാടില്ലാത്തതാണല്ലോ. പക്ഷെ ആരുടെയും വാക്ക് കേൾക്കാതെ അവൾ പോയി കല്യാണം കഴിച്ചു. അതായിരുന്നു പ്രശ്നം. ഈശ്വര, എന്നിട്ട് എന്ത് ചെയ്യാൻ? കല്യാണം കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ പ്രശ്നത്തിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ ഇവിടുത്തെ കാര്യം അങ്ങ് വിട്ടുപോയി. അതുകൊണ്ടാണ് അജാസിക്ക ഞങ്ങൾക്ക് വരാൻ പറ്റാതിരുന്നത്. സോറി. സാരില്ല. പിന്നെ അവർണികയുടെ കാര്യത്തിൽ പ്രശ്നമാണ്. ഏതു നേരവും ഞാൻ പറഞ്ഞല്ലോ, കിഷോറിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കിഷോർ അവൻ മരിച്ചത് ആദ്യ ബുള്ളറ്റ് അവൻ്റെ ശ്വാസകോശം തകർത്തതുകൊണ്ടാണ്. സോറി, രണ്ടാമത്തെ ബുള്ളറ്റ്. ആദ്യ ബുള്ളറ്റ്, അതായത് അവർണിക വെച്ച വെടി അവൻ്റെ പത്തവാരിയലിൽ മാത്രമേ തകർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ സംശയിക്കേണ്ടത് അത് തന്നെയാണല്ലോ. എന്തൊക്കെയായാലും അവൻ്റെ ശ്വാസകോശത്തിലിട്ട് വെടിവെച്ചത് ആരാണ്? അങ്ങനെ വെടിവെച്ചത് കൊണ്ടായിരിക്കാം അവന് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റാതെ ആയിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം കൊണ്ടും നമ്മളൊന്ന് അന്വേഷിക്കണം പെങ്ങളെ. ഇങ്ങനെയൊന്നും അവർണികയോട് വന്ന് പറയണ്ട. അവർണികയ്ക്ക് അത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ്. കാരണം അല്ലെങ്കിൽ തന്നെ കിഷോറിനെ കൊന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു പേടിയുണ്ട്. സാരമില്ല ഇക്ക പേടിക്കണ്ട, ഞാനതൊന്നും പറയില്ല. എന്തായാലും ഞാനിവിടെ ഉണ്ട്. രഘുറാമങ്കളോട് അനുവാദം ചോദിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. രഘുറാമങ്കൾ സമ്മതിക്കുകയും ചെയ്തു. സാരമില്ലേക്ക, എങ്ങനെയെങ്കിലും അവർണിക സേഫ് ആണോ, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം പിന്നീട് നമ്മുടെ ഗോവിന്ദും ഗീതും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. എന്നാലും കണ്ണേട്ടാ, എനിക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. ഈശ്വര, ഇവൾക്ക് ഇത്രയും സന്തോഷം. പക്ഷെ എനിക്കെന്താ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തത്? ഭദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ?
അപ്പോൾ പിന്നെ ഭദ്രൻ്റെ മൊബൈൽ എങ്ങനെ അവിടെ വന്നു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഹലോ, എന്താ ഇത്ര ടെൻഷൻ? ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരുന്നിട്ടും കണ്ണേട്ടൻ്റെ മുഖത്തൊരു ടെൻഷൻ, നല്ല ടെൻഷനുണ്ടല്ലോ. അത് കേട്ടതും അത് പിന്നെ ഗീതു ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നാലും നമ്മുടെ ആ തറവാട്ട് വീട്ടിൽ ഇങ്ങനെ കിഷോറിൻ്റെ ബോഡി എത്തി, അല്ല നിൻ്റെ അച്ഛൻ്റെ മൊബൈൽ എങ്ങനെ എത്തി, അതൊക്കെ ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ. എൻ്റെ കണ്ണേട്ടാ, ചിലപ്പോൾ അത് മനഃപൂർവ്വം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ട് ഇട്ടതാണെങ്കിലോ? അതും ശരിയാകാം. അച്ഛൻ മൊബൈൽ ഉപേക്ഷിച്ചെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ അത് വേണ്ടതായതുകൊണ്ട് തന്നെ എനിക്ക് ഉപേക്ഷിച്ചത്. എന്തായാലും എല്ലാം കണ്ടുപിടിക്കാമല്ലോ. ഇനിയിപ്പോൾ പേടിയൊന്നുമില്ല, ഞാൻ ഫ്രീ ആയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് മനസ്സിനൊരാശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ ഗോവിന്ദ്, ഇല്ല ഗീതു, എൻ്റെ മനസ്സ് ഇപ്പോഴും ഒരു പേടിയോടെ തന്നെ ഇരിക്കുന്നത്. കാരണം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഭദ്രൻ എഴുതിയ കത്താണോ അത് എന്നൊക്കെ ഒന്ന് സംശയിക്കേണ്ടതിരിക്കുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒന്നങ്ങനെ വാ കണ്ണേട്ടാ. എന്താ ഗീതു, എന്നെ അവർണികയുടെ വീട്ടിൽ ഇറക്കണേ? എന്തിനാ ഗീതു? അത് പിന്നെ ഞാൻ അവർണികയുടെ വീട്ടിൽ പോയി അവർണിക ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം കണ്ണേട്ടാ. അവൾ ജോലിക്കൊന്നും വരുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ സങ്കടപ്പെട്ടിരുന്ന ഡിപ്രഷനാകും. അതുകൊണ്ട് വല്ലതും ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് കണ്ണേട്ടാ ഞാൻ പറഞ്ഞത്. ഏയ് വേണ്ട വേണ്ട, നീ ഒറ്റയ്ക്കും പോകണ്ട. ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളെക്കുറിച്ച് ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിനക്കതൊന്നും താങ്ങാൻ പറ്റില്ല. നാട്ടുകാർ പലതും പറയും. അതൊക്കെ താങ്ങാൻ പറ്റാതെ നീ സങ്കടം കൊണ്ട് കരയുന്നത് കാണാൻ എനിക്ക് വയ്യ ഗീതു എന്നൊക്കെ പറയണം. അത് കേട്ടതും പിന്നെ എന്ത് ചെയ്യും കണേട്ടാ, ഞാനും കൂടെ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അജാസിനെയും അവർണികമാണ്. എൻ്റെ അവർണിക താനെന്ന് പറയുന്നത് മനസ്സിലാക്ക്. താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അജാസ്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ കൊല്ലുമെന്നോ അയാളുടെ ജീവൻ എടുക്കാൻ എനിക്ക് പറ്റുമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കിഷോർ മരിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കൈ കൊണ്ടാണല്ലോ അവൻ മരിച്ചതെന്ന് ഓർക്കുമ്പോഴുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അതിന് താനല്ലല്ലോ കിഷോറിനെ കൊന്നത്. താൻ അതിന് തുടക്കം കുറിച്ചൊന്നും മാത്രമേ ഉള്ളൂ. ബാക്കി അത് ഫിനിഷ് ചെയ്തത് മറ്റാരോ ആണ്. കിഷോറിൻ്റെ ശ്വാസകോശത്തിൽ വെടിയേറ്റിട്ടാണ്. അതിന് രണ്ടാമത് കിട്ടിയ വെടി, ആ വെടിയുണ്ട കയറിയതുകൊണ്ടാണ് കിഷോർ മരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇല്ല അജാസ്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തായാലും എൻ്റെ മനസ്സ് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഇതാക്കാൻ പറ്റുന്നില്ല. ഞാനൊരാളെ കൊല്ലുമെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അജാസ്. ആ ഒരു പേടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അവർണിക, താനിങ്ങനെ സങ്കടപ്പെട്ടും ടെൻഷൻ അടിച്ച് നടന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം. കിഷോർ അവൻ മരിക്കേണ്ടവനായിരുന്നു. ജീവിച്ചിരുന്നപ്പോഴേ അവൻ തന്നോട് സ്നേഹം കാണിച്ചിട്ടില്ല. താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെങ്കിലും അവൻ്റെ സ്നേഹവും കള്ളവും കപടവും നിറഞ്ഞതായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അവൻ മരിക്കേണ്ടത് അവൻ തന്നെയാണ് അവർണിക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൻ ചത്തുപോയിക്കോട്ടെ എന്ന്. അവൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കാം. പക്ഷേ അവൻ വന്ന് അവസാന നിമിഷവും തൻ്റെ കുഞ്ഞിനെ ചവിട്ടിക്കൊന്നില്ലേ, അത് ക്ഷമിക്കാൻ പറ്റുമോ? അവൻ ചെയ്ത കാര്യം ഒരിക്കലെങ്കിലും മറക്കാൻ പറ്റുമോ അവർണിക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൻ എന്ത് ചെയ്താലും അതൊക്കെ തെറ്റായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ചാകതണ്ടവൻ തന്നെയാണ്. അവൻ മരിക്കണം. അവൻ മരിച്ചാലേ കാര്യമുള്ളൂ. ഇല്ല ജാസ്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കിഷോറിനെ ഞാൻ കൊല്ലുമെന്ന്. അവൻ എത്രയൊക്കെ തെറ്റ് ചെയ്തതാണെങ്കിലും അവനെ കൊല്ലേണ്ടായിരുന്നു എന്നൊക്കെ പറയാം. എന്തിനാ അവർണിക ഇങ്ങനെ അയാളോട് സ്നേഹം കാണിക്കുന്നേ? എൻ്റെ അവർണികയുടെ സ്നേഹം ആത്മാർത്ഥമാണ്. പക്ഷേ ആത്മാർത്ഥമല്ലാത്തത് അവൻ്റെ സ്നേഹമായിരുന്നു. അവൻ അവർണികയെ പറ്റിച്ചു, ഒരുപാട് പറ്റിച്ചു. അതെല്ലാം അവർണിക മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, കിഷോർ പെരുങ്കളൻ, ഇത് ഞാൻ പറയുന്ന വാക്കാ എന്നൊക്കെ പറയാതെ കേട്ടതും അവർണിക ഇരുന്ന് ഭയങ്കര കരച്ചില. അവർണിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു പോയി. അവൻ ഈ ലോകത്തില്ല എന്ന് തന്നെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. എൻ്റെ കിഷോർ അവൻ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണിക ഇങ്ങനെ കരഞ്ഞു വിഷമിച്ചിരിക്കുക. ഈ കാഴ്ചയെല്ലാം ഗീതു കണ്ടുകൊണ്ട് നിൽക്കണം. അപ്പോൾ അജാസ്, എൻ്റെ അവർണിക കരച്ചിലൊന്നും നിർത്ത്. അവർണികയ്ക്ക് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല. ഞാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന അതിനു വേണ്ടിയാണ്. അവർണികയുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കി ആ ദുഷ്ടൻ മരിച്ചു, അത്രയും കരുതിയാൽ മതി. അവർണിക അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവർണികയ്ക്ക് എന്തെങ്കിലും സന്തോഷം തന്നിട്ടുണ്ടോ? എപ്പോഴും അടിയും വഴക്കും പ്രശ്നങ്ങളും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയെങ്കിലും ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കുക. ഒരു ജീവിതം കണ്ടുപിടിക്കുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കുക. അല്ലാതെ എടിപിടിയെന്നൊന്നും ഇങ്ങനെ ചെയ്യരുത്. അത് കേട്ടതും ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തയില്ല കിഷോർ. എനിക്കാരും വേണ്ട.
ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണയ്ക്ക് ഇങ്ങനെ ആകെ കരയുക. അവർണയ്ക്ക് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അജാസും. ഇതെല്ലാം കണ്ട് ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈശ്വര, അവർണികയ്ക്ക് ഒരു സങ്കടവും ഉണ്ടാവരുതേ, അവളുടെ സങ്കടങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കാതെ പ്രേക്ഷകരെ. അജാസ് അവർണികയ്ക്ക് കൂട്ടായി ഇനി എന്നും കൂടെ തന്നെ കാണുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്നതിനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.